സ്വർണവും പണവും കവർന്ന സ്ത്രീയെ കാട്ടാക്കട പോലീസ് അറസ്റ്റ് ചെയ്തു. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലായിരുന്നു നെടുമങ്ങാട് സ്വദേശി ശ്യാമള പിടിയിലായത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സംഭവം. നമുക്ക് ആ CCTV ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകണം. കാട്ടാക്കട ചന്തയിൽ പച്ചക്കറി വാങ്ങാൻ വന്ന കിള്ളി സ്വദേശി യഹിയയുടെ കയ്യിൽ നിന്നുമാണ് സ്വർണവും പണവും അടങ്ങിയ പേഴ്സ് ഇവർ കവർന്നത്. വീട്ടിൽ സ്വർണം സൂക്ഷിക്കുന്നത് ശരിയല്ലെന്ന് കരുതി സ്വർണവും പണവും പേഴ്സിലാക്കിയായിരുന്നു അവർ മാർക്കറ്റിലേക്ക് എത്തിയത്. ചന്തയിൽ വെച്ച് തന്നെ പേഴ്സ് നഷ്ടപ്പെടുകയായിരുന്നു. തുടർന്ന് കാട്ടാക്കട പോലീസിൽ പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധന CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഈ പ്രതിയെക്കുറിച്ചുള്ള സൂചന പോലീസിന് കിട്ടുന്നത്. ഇവരെ പോലീസ് ദൃശ്യങ്ങൾ പരിശോധിച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മറ്റൊരു വാർത്ത. കേരളത്തിൽ വീണ്ടും ഖർവാപ്പസി. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിലാണ് ചെങ്ങന്നൂരിൽ ക്രൈസ്തവ കുടുംബത്തെ ഹിന്ദു മതത്തിലേക്ക് മാറ്റിയത്. ഛത്തീസ്ഗഡ് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തവരെ തിരികെ എത്തിക്കാനുള്ള നീക്കങ്ങൾ ഹൈന്ദവ സംഘടനകൾ സജീവമാക്കുകയാണ്. ജീവിതം നയിച്ചുകൊള്ളാമെന്ന് അഗ്നിസാക്ഷിയായി ഇതിനാൽ സത്യം ചെയ്തുകൊള്ളുന്നു. ചെങ്ങന്നൂരിലെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ക്ഷേത്രത്തിൽ വെച്ചാണ് ചേരമർ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട കുടുംബത്തെ ഹിന്ദു മതത്തിലേക്ക് മാറ്റിയത്. അച്ഛനമ്മമാരും 2 മക്കളും അടങ്ങുന്ന കുടുംബം വർഷങ്ങൾക്ക് മുൻപ് ക്രൈസ്തവ മതത്തിലേക്ക് മാറിയവരാണ്. ഉത്തരേന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഖർവാപ്പസി വ്യാപകമാണെങ്കിലും കേരളത്തിൽ അത്ര സജീവമായിരുന്നില്ല. ഛത്തീസ്ഗഡിലെ പുതിയ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഹൈന്ദവ സംഘടനകളുടെ നീക്കമെന്നാണ് സൂചന. ആരെയും നിർബന്ധിച്ച് കൊണ്ടുവരുന്നില്ലെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ വ്യക്തമാക്കി. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ തന്നെ മതപരിവർത്തന പൂജകൾ ഔദ്യോഗികമായി നടക്കുന്നുണ്ടെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് പറയുന്നു. ഇത് വിശ്വ ഹിന്ദു പരിഷത്ത് ഉണ്ടായത് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. സനാതനധർമ്മം വിട്ടുപോയ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സനാതനധർമ്മത്തിൽ നിന്ന് മാറിപ്പോയ ആൾക്കാർക്ക് തിരികെ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് സർവ്വവിധമായ സഹായങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ രൂപീകരണത്തിലൊരു ഉദ്ദേശം തന്നെയാണ്. ഹിന്ദു മതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് തെറ്റല്ലെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബുവും പറഞ്ഞു. ഒരു മൂലധർമ്മത്തിൽ വിശ്വസിച്ചിരുന്നവര്, മൂലമതത്തിൽ വിശ്വസിച്ചിരുന്നവരെ അവരെ പല കാരണങ്ങളെ കൊണ്ട് മതം മാറ്റി കൊണ്ടുപോയി. അവരെ പ്രലോഭിപ്പിച്ചാവാം, അല്ലെങ്കിൽ കാശ് കൊടുത്താവാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിലാവാം അവരെ മതം മാറ്റി കൊണ്ടുപോയി. അവര് തിരികെ മൂലധർമ്മത്തിലേക്ക് കൊണ്ടുവരുന്നു. 2014 കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ഖർവാപ്പസി എന്ന നിലയിൽ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. അന്ന് അത് കോൺഗ്രസ് അടക്കം പാർലമെന്റിൽ ഉന്നയിക്കുകയും നിർബന്ധിത മതപരിവർത്തനമെന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ വരും ദിവസങ്ങളിലും ഖർവാപ്പസി തുടരുമെന്നാണ് ഹൈന്ദവ സംഘടനകൾ വ്യക്തമാക്കുന്നത്. രഞ്ജിത്ത് രാമേന്ദ്രൻ, News 18.